ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ താങ്കൾക്ക് കുറച്ച് റിസർച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അതോ ഇനി കോട്ട ടസർ സാരിയാണോ? നിങ്ങൾ ഈ ഒരു കാര്യം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് ഇതിന്റെ ടോൺ മാത്രമാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. അഹാന കൃഷ്ണയുടെ സാരി പേജിലെ സാരീസ് ഒക്കെ കൊള്ളലാഭമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും, ഒട്ടുമിക്ക ആളുകളും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ രേണു റിയാക്ഷൻ എന്ന് പറഞ്ഞ പേജിലെ രേണുവും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രേണുവിന്റെ കാര്യം ഇപ്പൊ എടുത്തു പറയാനുള്ള കാരണം, രേണുവിന്റെ വീഡിയോയിൽ യൂസ് ചെയ്തിരുന്ന ഒരു വീഡിയോ, അതായത് ഈര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വീഡിയോ, അഹാന കൃഷ്ണയുടെ പേജിൽ ഇട്ടിരുന്ന അതേപോലത്തെ ഒരു സാരി വിൽക്കുന്ന ഒരു ചെറിയ പേജ്. അഹാന കൃഷ്ണനെയൊക്കെ പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളൊന്നുമല്ല. ഞാൻ നോക്കുന്ന സമയത്ത് 1300 ഫോളോവേഴ്സ് എന്തോ ഉള്ള ഒരു സാരി പേജ് ആയിരുന്നു. സാധാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെറിയ സാരി ബിസിനസ്. അപ്പൊ ആ പേജിൽ ആ കുട്ടി ഇട്ടിരുന്ന ഒരു വീഡിയോ, അതായത് അഹാന കൃഷ്ണയുടെ കയ്യിലുള്ള ഒരു സാരി എന്റെ കയ്യിലുണ്ട്, സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അഹാന കൃഷ്ണയുടെ കയ്യിലുള്ള സാരിയുടെ കളർ അല്ല, എന്റെ കയ്യിലുള്ളത് വേറെ കളറാണെന്ന് പറഞ്ഞിട്ട് 2 കളർ സാരീസും കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇട്ടിരുന്ന ഒരു വീഡിയോ രേണു എടുത്ത് റിയാക്ട് ചെയ്തു. അഹാന കൃഷ്ണയുടെ സിയ എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സാരിക്ക്, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം, ആ സാരിക്ക് 5999 രൂപയായിരുന്നു റേറ്റ്. അപ്പൊ അഹാന കൃഷ്ണയുടെ പേജിൽ സോൾഡ് ഔട്ട് ആയി എന്ന് തോന്നുന്നു. അപ്പൊ എന്റെ പേജിൽ സോൾഡ് ഔട്ട് ആവുന്നതിന് മുന്നേ എല്ലാവരും വന്ന് വാങ്ങിക്കും എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. രേണു ആ ഒരു വീഡിയോ യൂസ് ചെയ്തതിനെ മീര പറയുന്നുണ്ട്, അതായത് പുള്ളിക്കാരിയുടെ സമ്മതം ഇല്ലാതെയൊക്കെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നു, ഞാൻ ഇതിനകത്ത് സെയിം ആണെന്ന് പറഞ്ഞോ എന്നൊക്കെ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്. രേണു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നല്ല രീതിയിൽ ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാമായിരുന്നില്ലേ, അല്ലാതെ ചാടിക്കേറി എന്തിനാണ് റിയാക്ട് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ മീര വന്ന് ചോദിക്കുന്നുണ്ട്. ആ മീരയ്ക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം രേണു ചെയ്ത ആ റിയാക്ഷൻ വീഡിയോയുടെ കുറച്ച് ബൈറ്റ് ഞാനൊന്ന് വെക്കാം. മറ്റൊരു വീഡിയോ കാണാം. അഹാന കൃഷ്ണന്റെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്ന ഇതാണ് ഇവരുടെ ബൊട്ടീക്കിലുള്ള സാരി. ഇതിന് വില വരുന്നത് 2000 രൂപയാണ്. പക്ഷെ ഇതേ സാരി നിറവ്യത്യാസം മാത്രമേ ഉള്ളേ. ആ നിറവ്യത്യാസത്തിന് ഇവർ ഹൈ ചാർജ് ആണ് ഈടാക്കുന്നത്. അതായത് 2000 രൂപയ്ക്ക് ഇവിടെ നിൽക്കുന്ന അതേ സാരി അഹാനയുടെ പേജിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7000-നും 8000-നും 10,000-നും ഒക്കെയാണ്. ഇത്രയധികം വ്യത്യാസം ഒരേ സാധനത്തിന് തന്നെ മേടിക്കാൻ ഇവർ കൊള്ള ലാഭം നേടാനല്ലേ ശ്രമിക്കുന്നത്. ഇനി അന്ധമായിട്ട് അഹാഭിഷികേനെ, സിയേനെ, അഹാനേനെ ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയും അത് വേറൊരു മെറ്റീരിയൽ, ഇത് വേറൊരു മെറ്റീരിയൽ എന്നൊക്കെ. ഈ ഓർഗൻസ എന്ന് പറയുന്നത് ഒറ്റ മെറ്റീരിയലാണ്. ഓർഗൻസയ്ക്ക് അങ്ങ് ഹൈ എൻഡിൽ നിൽക്കുന്ന ലക്ഷറി ഓർഗൻസയും അങ്ങ് താഴെ നിൽക്കുന്ന ലോക്കൽ ഓർഗൻസയും ഒന്നും ഇല്ല. ആദ്യം കാണിച്ച 2 സാരികളും ഓർഗൻസയാണ്, സെയിം കളറാണ്. അഹാന തയ്പ്പിച്ചിരിക്കുന്ന ബ്ലൗസിന്റെ കളർ ഗ്രീൻ ആണെങ്കിൽ മിഥില തയ്പ്പിച്ചിരിക്കുന്ന ബ്ലൗസിന്റെ കളർ ക്രീം. അത്രയേ വ്യത്യാസമുള്ളൂ. ആ ഒരു വ്യത്യാസത്തിന്, ആ കളർ വ്യത്യാസത്തിനാണ് 4000-3000 രൂപ എക്സ്ട്രാ ഇവർ. മീര എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ സാരി പേജിലെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഫണ്ണി വേയിലല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. എന്നിട്ട് പറയുന്നത് അഹാന കൃഷ്ണയുടെ കയ്യിലുള്ള സെയിം കളർ അല്ല, സെയിം സാരി അല്ല എന്നല്ല പറയുന്നത്. നോട്ട് ദ പോയിന്റ്. സെയിം കളർ അല്ല, വേറെ കളർ എന്ന് പറഞ്ഞിട്ട് 2 കളർ ഷെയ്ഡാണ് പുള്ളിക്കാരി കാണിക്കുന്നത്. ആൻഡ് അവിടെ സോൾഡ് ഔട്ട് ആയി, ആൻഡ് ഇവിടെ സോൾഡ് ഔട്ട് ആയിട്ടില്ല. അതായത് ഇത് പറഞ്ഞു വെക്കുന്നത് അഹാന കൃഷ്ണയുടെ കയ്യിലുള്ള അതേ സാരി വേറെ ഷെയ്ഡിലുള്ള, വേറെ 2 ഷെയ്ഡിലുള്ള സാരികളാണ് ഈ പുള്ളിക്കാരിയുടെ കയ്യിലുള്ളത്. അവിടെ സോൾഡ് ഔട്ട് ആയി, അപ്പൊ ഇവിടെ സോൾഡ് ഔട്ട് ആവുന്നതിന് മുന്നേ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്നാണ് പറയുന്നത്. ഈ റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് രേണു പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഓർഗാൻസ എന്ന് പറയുന്നത് ലക്ഷറി ഓർഗാൻസ, ലോക്കൽ ഓർഗാൻസ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരിക്ക് അറിയാത്തത് കൊണ്ട് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ട്. സിൽക്ക് ഓർഗാൻസ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷറി ഓർഗാൻസ ആണ്. ഇതിനൊക്കെ നല്ല റേറ്റ് വരും. പിന്നെ നോർമലി അല്ലാതെ കിട്ടുന്ന മറ്റേ ഭയങ്കര റഫായിട്ട് വരുന്ന സംഭവം ഉണ്ട്, അതൊക്കെ ഈ പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്ന ഓർഗാൻസ ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ടൈപ്പും ഉണ്ട്, ഭയങ്കര റഫായിട്ട് വരുന്നുണ്ട്. ഈ റഫായിട്ടൊക്കെ വരുന്നതിലൊക്കെ കൂടുതലും പോളിസ്റ്റർ മിക്സ് ചെയ്തൊക്കെ വരും. അപ്പൊ അതായത് പോളിസ്റ്റർ ഓർഗാൻസ, നൈലോൺ ഓർഗാൻസ, സിൽക്ക് ഓർഗാൻസ അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അത് രേണുവിന് അറിയാത്തത് കൊണ്ട് രേണുവിന് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. പക്ഷേ ഇതെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്ത രേണുവിനെതിരെ പുള്ളിക്കാരി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മീര രേണുവിനെതിരെ ചെയ്ത ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാൻ അഹാന കൊണ്ടുവന്ന സെയിം സാരി എന്റെ പേജിൽ പ്രൈസ് കുറച്ചു കൊടുത്തു. അഹാനയുടെ പേജിൽ അത് ഭയങ്കര റേറ്റിലാണല്ലോ കണ്ടത്.
എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ എന്തോ വീഡിയോ ആരൊക്കെയോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നു. 2 പിക്ചേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരേ ക്വാളിറ്റിയിലാണ് ആ സാരീസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മറ്റേ ബ്ലൈൻഡ് ആയിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? എക്സാക്ട്ലി. നമുക്ക് ഒരാൾ പറയുന്നത് വരെ, അതല്ലാന്നുണ്ടെങ്കിൽ ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല പിക്ചേഴ്സ് വെച്ചിട്ട് ഇത് രണ്ടും സെയിം സാധനമാണെന്നുള്ളത്. ഒന്നുകിൽ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാൾ വന്നിരുന്ന് പറയണം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ 2 പീസസ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഞാൻ സമ്മതിച്ചു തരും. വീഡിയോ എന്തായാലും ബാക്കി നമുക്ക് കാണാം. ഇപ്പൊ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ നമ്മൾ ഏത് രീതിയിൽ അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു, ഇപ്പൊ ഒരാളെയൊക്കെ ഹയർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോസ്റ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഒരു സാരിയുടെ കോസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യമുണ്ട്, ബ്രാൻഡ് വാല്യൂ. അഹാനയോ അല്ലെങ്കിൽ ഇഷാനി ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ ആർക്കാണെങ്കിലും ആ ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വലിയ വലിയ ബ്രാൻഡ്സ് തൊട്ട് അവരെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പം ആ ഒരു ബ്രാൻഡ് വാല്യൂ അവർക്കുണ്ട്, അപ്പം അതും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതെ അതെ, കറക്റ്റാണ്. ആ പറഞ്ഞതും കറക്റ്റാണ്. ഒരാളിപ്പോൾ ഇപ്പം ഞാനൊരു സാരി പേജ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു സാധനത്തിന് ഇടാൻ പറ്റുന്ന വാല്യൂവും, പിന്നെ ഇതുപോലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ ഒരു സാരി പേജ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സാരി പേജ് അല്ല, ഇപ്പം എന്തെങ്കിലും ആവട്ടെ, എന്ത് സാധനമായാലും സെല്ല് ചെയ്യുമ്പോൾ അവരിടുന്ന പ്രൈസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് വാല്യൂ. ഇപ്പം എനിക്ക് അതുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് കാലം മുന്നേ ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈവൻ ടൈൽസ് പോലും, ഗുജറാത്തിലൊക്കെ ടൈൽസിന്റെ മാനുഫാക്ചറിങ് കുറേ കാലം മുന്നേ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തിവെച്ചിട്ട് അതിനെക്കാട്ടി ലാഭം നമ്മുടെ ചൈനയിൽ നിന്നൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വലിയ വലിയ ബ്രാൻഡുകൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാനിങ്ങനെ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മലയാള മനോരമയിൽ ബിസിനസ് പേജിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. കിഷോർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളായിരുന്നു. എല്ലാ മൺഡേസിലും വരുന്ന ബിസിനസ് ബൂം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ വായിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇവര് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ ബ്രാൻഡിൽ ഇവർ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സെയിം സാധനം ഞാൻ എടുത്തിട്ട് ഞാനൊരു പുതിയ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വിറ്റാലും ഈ വലിയ വലിയ ടൈൽസിന്റെ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ആരെയും എടുത്തൊന്നും പറയുന്നില്ല, പല പല വലിയ വലിയ ബ്രാൻഡുകളുണ്ടല്ലോ. അപ്പൊ അവര് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാതെ തന്നെ ഇപ്പൊ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവരുടെ ബ്രാൻഡിൽ വിൽക്കുമ്പോൾ അതിനൊരു റേറ്റ് ആയിരിക്കും. അതേസമയം ഞാനിപ്പോൾ പുതിയതായിട്ടൊരു ബ്രാൻഡ് തുടങ്ങിയിട്ട് ഇത് എൻ്റെതാണെന്ന് പറഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞാൽ എനിക്കിടാൻ പറ്റുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. സോ അവർക്ക് കുറച്ചും കൂടെ ഒരു പ്രോഫിറ്റ് മാർജിൻ അവർക്ക് കുറച്ചും കൂടെ കൂട്ടി ഇട്ട് സെല്ല് ചെയ്താൽ അവർക്ക് അത് വാങ്ങിക്കാനായിട്ട് കസ്റ്റമേഴ്സും ഉണ്ടാവും, അത് സെല്ലായി പോവുകയും ചെയ്യും. പക്ഷെ ഞാൻ അത്രയും ഹൈ എൻഡ് സാധനം എന്ന് പറഞ്ഞ് ഇറക്കി കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാനും പറ്റില്ല. സോ ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബ്രാൻഡിന് വാല്യൂ ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കൊള്ളലാഭം ഉണ്ടാക്കാമോ? അതാണ് ഇവിടുത്തെ ചോദ്യം. അവർ ഇത്രയും പ്രൈസ് കൂട്ടി വിൽക്കുന്നു, അവർ പ്രൈസ് കൂട്ടി വിൽക്കട്ടെ. ബാക്കിയുള്ളവർ ഇപ്പൊ ഞാൻ വിൽക്കുന്നതിനെക്കാട്ടി ഒരു 10 മടങ്ങ്. എനിക്കങ്ങനെ ഒരു ബ്രാൻഡ് ഇല്ല, അത് വേറെ കാര്യം. ബ്രാൻഡിന്റെ വാല്യൂ, പിന്നെ ഇവർ ഒരാളിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് എടുക്കുന്നു, അപ്പൊ അതിന്റെ മേക്കപ്പിൻ്റെത്, പിന്നെ ഷൂട്ട് ചെയ്യുന്ന അവർക്കുള്ള, സോ ഇതെല്ലാം എക്സ്പെൻസ് ആണ്. അപ്പൊ ഇതെല്ലാം അവരുടെ ബിസിനസ്സിലെ പ്രോഡക്റ്റിന്റെ പുറത്താണ് വരുന്നത്. അതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? നമുക്കിതൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ? ഇതിനൊക്കെ ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് അതൊക്കെ ചിന്തിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇതൊന്നും അറിയാത്തത് കൊണ്ടോ ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടോ ആണ് വന്നിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറെ പേരൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ വിശ്വസിച്ച്, പക്ഷെ ആ കൂട്ടത്തിൽ എല്ലാവരെയും പെടുത്തണ്ട. സോ ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. പറഞ്ഞ പോയിന്റ് വാലിഡ് ആണ്, പക്ഷെ അത്രയ്ക്ക് ഈ പറഞ്ഞ എക്സ്പെൻസും അവരുടെ ബ്രാൻഡ് വാല്യൂം മാത്രം വെച്ചിട്ടുള്ള കോസ്റ്റ് തന്നെയാണോ അവർ ഓരോ പ്രോഡക്റ്റിനും ഇട്ടേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ബെഡായി ബംഗ്ലാവിൽ ആര്യയുടെ കാഞ്ചീവരം, ആര്യ എന്ന് പറയുന്ന ആളും നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ആളാണ്. പുള്ളിക്കാരിക്കും ഉണ്ട് സ്റ്റാർഡവും എല്ലാം. പുള്ളിക്കാരിയുടെ പേജിൽ ഉള്ള സെയിം സാരി അഹാനയുടെ പേജിൽ, അതായത് പുള്ളിക്കാരി 9,500 രൂപയ്ക്ക് കൊടുക്കുന്ന സാരി അഹാന കൃഷ്ണയുടെ പേജിനകത്ത് 14,599 അങ്ങനെ എന്തോ ആണ്. അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇവർ അത്രയും വലിയ സ്റ്റാർ ആണോ? ഇവരൊക്കെ എന്താണ് മറ്റേ പ്രിയങ്ക ചോപ്രയുടെ അങ്ങനത്തെ ഐശ്വര്യ റോയിയുടെ ഒക്കെ ലെവലാണോ? അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കണ്ടു നോക്കാം. അതിപ്പം അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, അത് മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുണ്ടാക്കിയെടുത്തതാണ്, അവരുടെ ഹാർഡ് വർക്കിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയും ഒക്കെ അവർ ഉണ്ടാക്കിയെടുത്തതാണ് അവരുടെ ബ്രാൻഡ് വാല്യൂ. അപ്പൊ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു. അതെ, അവരിതൊക്കെ യൂട്ടിലൈസ് ചെയ്യും. മനസ്സിലായി? യൂട്ടിലൈസ് ചെയ്യുന്നതും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്കൊരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചോ, ആ ഒരു ക്വാളിറ്റിയെ യൂട്ടിലൈസ് ചെയ്ത് കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറഞ്ഞത് അത് ഓക്കെ, ദാറ്റ്സ് അക്സെപ്റ്റബിൾ. ബട്ട് ആ ഒരു ക്വാളിറ്റിയെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഏർണിങ്സ് ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് കാര്യമാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. അവരിപ്പോൾ ചെയ്യുന്നത് അവർക്കുള്ള ബ്രാൻഡ് വാല്യൂ,
അത് വെച്ചിട്ട് അവർ മാക്സിമം ബിസിനസ് നടത്തി അവർ ഏർണിങ്സ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അവർ പല വഴിക്ക് കൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ടാവും, പിന്നെ പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്. പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ, അങ്ങനെ പല രീതിയിലാണ് അവർക്ക് ഏർണിങ്സ്. ഈ പറയുന്ന പല രീതിയിലുള്ള ഏർണിങ്സ് എല്ലാം വരുന്നതിനുള്ള ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. ഈ പറയുന്ന ബ്രാൻഡ് വാല്യൂ ഒക്കെ വെച്ചിട്ട് ഒരു പ്രൈസ് ഒക്കെ ഇടുന്നതിന്, ഒരു പ്രോഫിറ്റ് മാർജിൻ വെക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേടെ. ഞാനിപ്പോ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ നല്ല രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് രേണു ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നമുക്ക് വഴിയെ കാണാം. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്കൊന്ന് കാണാം. ഞാൻ 2 വീഡിയോസ് ആണ് കണ്ടത്. 2 വീഡിയോസ് പോസ്റ്റ് ചെയ്ത ആൾക്കാർ ആരും തന്നെ എന്റെ കൺസെന്റോടെ അല്ല ആ വീഡിയോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഇത് സോഷ്യൽ മീഡിയ ആണെന്നും നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ പ്രശ്നം അതല്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പേജിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല അഹാനയുടെ സെയിം സാരിയാണ് ഇതെന്ന്. ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. ഈ യൂട്യൂബിൽ പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് യൂസ് ചെയ്ത് ഞാൻ 2 വീഡിയോസാണ് അങ്ങനെ കണ്ടത്. അവർ 2 പേരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, അതായത് ഇത് സെയിം സാരിയാണോ, ഇതിൻ്റെ എന്താ ഇതിൻ്റെ ഡിഫറൻസ്, എന്താണ് ഈ പ്രൈസിന് വേരിയേഷൻ വരാൻ റീസൺ എന്നൊന്നും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല. അവരവരുടെ ഇഷ്ടത്തിന് എൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പ്രൈസ് കുറവാണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു പുള്ളിക്കാരൻ മാത്രമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു എന്താ ഇതിന് നിങ്ങളുടെ സെയിം തന്നെയാണോ ഹാനായിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരാൾ മാത്രമേ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. ആ പുള്ളിക്ക് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വീഡിയോ നിങ്ങളും കണ്ടതല്ലേ കുറച്ചു നേരത്തെ? ഈ പുള്ളിക്കാരി തന്നല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞത് സെയിം എന്ന്. സെയിം ബട്ട് ഡിഫറെന്റ്. ഇത് നമ്മൾ ഈ സെയിം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? അഹാനയുടെ കയ്യിലുള്ള അതേ സാരിയാണ് ഈ മീരയുടെ കയ്യിലിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? കാരണം അഹാനയുടെ കയ്യിലിരിക്കുന്ന സാരി അഹാനയുടെ കയ്യിലല്ലേ. അപ്പൊ സോറി, ഞാൻ പറഞ്ഞു വന്നത് അഹാനയുടെ കയ്യിലുള്ള പോലത്തെ സാരി എൻ്റെ കയ്യിലുണ്ട് എന്ന് നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ അതേപോലത്തെ സാരി എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ അയ്യോ സെയിം സാരി എനിക്കുണ്ട്, അല്ലെങ്കിൽ സെയിം ഡ്രസ്സ് എനിക്കുണ്ട് എന്ന് നമ്മൾ പറയൂലോ. നമ്മുടെ ഡ്രസ്സിനോട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പറയും അയ്യോ ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്നല്ലേ എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ പറയും സിമിലർ എന്നൊരു വേർഡ് യൂസ് ചെയ്യും. എന്നിട്ട് ഇവിടെ സെയിം ബട്ട് ഡിഫറെന്റ് എന്ന് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്ന കാര്യം ഡിഫറെന്റ് കളർ എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ വീഡിയോ വന്നപ്പോൾ അത് ഉൾട്ടയാക്കി. അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു വേർഡ്, ആ ഒരു ഫണ്ണി ആയിട്ട് യൂസ് ചെയ്ത സെയിം ബട്ട് ഡിഫറെന്റ് എന്ന് പറഞ്ഞ സംഭവം സത്യം പറഞ്ഞാൽ വീണെടുത്ത് കിടന്നങ്ങ് ഉരുണ്ട്. നല്ല കയ്യടിയൊക്കെ കിട്ടിയതല്ലേ, ആ കയ്യടിയിലൊക്കെ തെറിച്ച് പോയിട്ടുണ്ടാകുമല്ലേ ചെളിയൊക്കെ. വേണമെങ്കിൽ ഞാനത് ഒന്നുകൂടെ കേൾപ്പിക്കാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അഹാനയുടെ കയ്യിലുള്ള സെയിം കളർ അല്ല, ഡിഫറെന്റ് കളർ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് സെയിം? അഹാനയുടെ കയ്യിലുള്ള സെയിം സാരിയാണ്, അപ്പൊ അതിന്റെ സെയിം കളർ അല്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താണ്? എന്നിട്ട് വീണെടുത്ത് കിടന്നങ്ങ് ഉരുണ്ട്. എന്തായാലും ഉരുണ്ടതിനൊക്കെ നല്ല രീതിയിൽ ക്ലാപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ഒരാളെ വിളിച്ചിട്ട് ഈ പുള്ളിക്കാരിയുടെ അടുത്ത് അഹാന ഇട്ടേക്കുന്ന സാരി നിങ്ങളുടെ സാരിയും സെയിം ആണോ എന്നൊക്കെ ചോദിച്ചു. ഒരാൾ മാത്രമേ ചോദിച്ചുള്ളൂ, അതുകൊണ്ട് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹാന കൃഷ്ണയുടെയൊക്കെ സിയ എന്ന് പറഞ്ഞ പേജിൽ ഇട്ടിരുന്ന നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ നമ്പറിൽ ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്ക് ഡേയിൽ ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഞാൻ കോൾ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 30 മണിക്കൂറോളം ആയിട്ടുണ്ട്. 24 hours അവർ ഗെറ്റ് ബാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു കോളോ ഒരു മെസ്സേജോ എനിക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല. വെബ്സൈറ്റിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അവരാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. അവരൊക്കെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന വേർഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു സ്റ്റൈലിംഗ് അഡ്വൈസിന് വേണ്ടിയിട്ടോ സിംപ്ലി ഹലോ പറയാനോ കോൺടാക്ട് ചെയ്യൂ. 3 ചാനൽസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവരുടെ വീട്ടിന്റെ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെയിൽ ID, ഒരു ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. ഈ 3 ചാനലിൽ ഏത് വഴി വേണോ കോൺടാക്ട് ചെയ്തോളാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാളെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ റിസീവ് ചെയ്യോ എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോയുടെ ബാക്കി നമുക്കൊന്ന് കാണാം. ഒരു പുള്ളിക്കാരി വന്നിരുന്ന് പറയുന്നുണ്ട് കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെയൊന്നുമില്ല. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൽ കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെ ഒന്നുമില്ല. എല്ലാം എന്തോ ഒരൊറ്റ ഓർഗാൻസേ ഉള്ളൂ. അങ്ങനല്ല. സിന്തറ്റിക് ഓർഗാൻസ, ഇപ്പൊ പ്യുവർ ഓർഗാൻസ, എംബ്രോയിഡറി ചെയ്യുന്ന ഓർഗാൻസ, പിന്നെ ടിഷ്യൂ ഓർഗാൻസ, അങ്ങനെ പറഞ്ഞ് ഓർഗാൻസയ്ക്ക് നല്ലൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ
ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. സിന്തറ്റിക് ഓർഗാൻസൊക്കെയും പ്യുവർ ഓർഗാൻസൊക്കെ തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള ഡിഫറൻസസ് വരാം. കുറച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് വന്നിരുന്ന് പറയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആരെങ്കിലും ഒക്കെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ വന്നു കയറിയിരുന്ന് പറഞ്ഞ് ബാക്കിയുള്ള നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ. ആരെങ്കിലും ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചടപടേന്ന് ഓടി വന്നിരുന്ന് ഒന്നും പറയാൻ പാടില്ല. റിസർച്ച് ഒക്കെ ചെയ്തിട്ട് മാത്രമേ പറയാവൂ. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു, കറക്റ്റ് ആണ്. ഓർഗാൻസയിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓർഗാൻസ് ഒക്കെ ഉണ്ട്. ഈ പുള്ളിക്കാരിക്ക് അതുമായിട്ട് വലിയ ബന്ധമില്ലാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അറിയാതെ അത് പറഞ്ഞതാണ്. അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, മീര എന്ന് പറഞ്ഞ് ഈ സാരി സ്റ്റോർ ഒക്കെ തുടങ്ങിയേക്കുന്ന പുള്ളിക്കാരി ഓർഗാൻസ മാത്രമല്ല, ഒരുപാട് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. താങ്കൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരാളാണല്ലോ, താങ്കൾക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഇല്ലാതാണോ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയേക്കുന്നത്? അത് സ്വന്തം പേജിനെ താഴ്ത്തി കിട്ടിയാലും വേണ്ടില്ല, അഹാന കൃഷ്ണയുടെ പേജിന് ഉണ്ടായ പേരുദോഷമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസിലാണോ താങ്കൾ ഈ വീഡിയോ ഇട്ടേക്കുന്നത്? ഞാനിത് ചോദിക്കാനുണ്ടായ ചേതോവികാരം എന്താണെന്ന് കൂടെ നിങ്ങൾക്ക് അറിയണ്ടേ? അഹാന കൃഷ്ണയുടെ പേജ് ഉണ്ടായിരുന്ന പോലത്തെ ഒരു സാരി ഇവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരിട്ടിരുന്ന ഒരു വീഡിയോ, ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതിന്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ആ ഡിസ്ക്രിപ്ഷൻ ഞാനൊന്ന് വായിക്കാം. മീറ്റ് അവർ ബ്യൂട്ടിഫുൾ ലാവൻഡർ ഡ്യുവൽ ടോൺ കോട്ട സാരി ഡിസൈൻഡ് ഫോർ ദോസ് ഹു ലവ് എഫേർട്ട്ലെസ് ഗ്രേസ്, adorned with delicate mirror work scattered all over the body, paired with a stunning floral printed blouse. This saree is perfect for any occasion. And details എന്ന് പറഞ്ഞിട്ട് കോട്ട സാരി എലഗന്റ് ലാവൻഡർ ഡ്യുവൽ ടോൺ ഈ പറഞ്ഞേക്കുന്നത് തന്നെയാണ്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നു. കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം അറിയോ? വല്ല ധാരണയുണ്ടോ താങ്കൾക്ക്? ഞാൻ പഠിപ്പിക്കാനോ ക്ലാസ് എടുക്കാനോ വന്ന ആളൊന്നുമല്ല. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മറ്റേ ആളിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കണ്ടോണ്ട് ഞാൻ ചോദിച്ചത്. എനിക്കും താങ്കളോട് ചോദിക്കാനുള്ള സെയിം കാര്യമാണ്. ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ താങ്കൾക്ക് കുറച്ച് റിസർച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. ബിക്കോസ് താങ്കൾ ഈ ഇട്ടേക്കുന്നതിനകത്ത് കോട്ട ലാവൻഡർ അതിന്റെ ഷെയ്ഡൊക്കെ മാത്രമേ താങ്കൾ പറഞ്ഞിട്ടുള്ളൂ. ഈ കോട്ട സാരി എന്ന് മാത്രം എന്തുകൊണ്ട് എഴുതി വെച്ച് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സംഭവം, കോട്ട സാരി പോപ്പുലർലി നോൺ as കോട്ട ഡൊറിയ is a traditional lightweight Indian drape originating from കൈത്തൂൺ നിയർ കോട്ട, രാജസ്ഥാൻ. അപ്പൊ ഈ രാജസ്ഥാനിലെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ സാധനം വന്നേക്കുന്നത്. കോട്ട ഡൊറിയ എന്നാണ് പോപ്പുലർലി അറിയപ്പെടുന്നത്. ഇതിന്റെ ഒരു യുണീക് പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ സ്ക്വയർ ചെക്കേർഡ് പാറ്റേൺസ്. അത് ഈ സാരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ചെക്ക്, ചെറിയ രീതിയിലുള്ള ഒരു ചെക്ക്. രാജസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ ഹോട്ട് ക്ലൈമറ്റ് ആണല്ലോ. സോ ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റിൽ നിൽക്കുന്നവർക്ക് സുഖമായിട്ട് കുറച്ച് ബ്രീത്തബിൾ ആയിട്ടുള്ള കുറച്ച് എയറി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. മാത്രമല്ല ഇത് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു GI ടാഗ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവരുടെ ജനറേഷൻസ് ആയിട്ട് കൈമാറി വരുന്ന ഒരു സ്പെഷ്യൽ വീവിംഗ് ടെക്നിക്കും ഓതന്റിക് ഹെറിറ്റേജും ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണിത്. അതായത് നമ്മുടെ ബാലരാമപുരം കൈത്തറിയൊക്കെ പോലെ ഓതന്റിക് ആയിട്ടുള്ള സംഭവമാണ്. ഓതന്റിക് സാരിയൊന്നും അല്ല, അതിനൊക്കെ നല്ല റേറ്റ് ആവും. ഈ റേറ്റിനൊന്നും കിട്ടൂല, അതൊന്നും അറിഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ടാരും വരണ്ട. കാരണം ഇതൊന്നും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലൊന്നും ഞാൻ എവിടെയും കണ്ടില്ല. മീര മറ്റുള്ളവരെയൊക്കെ തിരുത്തുന്നത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അഹാനയുടെ പേജിൽ ആ സാരിക്കാണെങ്കിൽ കോട്ടൺ സാരി എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. മീരയാണെങ്കിൽ അതുപോലും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോട്ട സാരീസ് ഉണ്ട്. കോട്ട ഡൊറിയ കോട്ടൺ സാരീസ് അതിലെന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ത്രെഡ് വെച്ച് വീവ് ചെയ്തതാണ്. അടുത്തത് കോട്ട സിൽക്ക് സാരീസ്, അതെന്ന് പറഞ്ഞാൽ പ്യുവർ സിൽക്ക് ത്രെഡ്. അടുത്തതെന്ന് പറഞ്ഞാൽ കോട്ട ഡൊറിയ ബ്ലെൻഡ്സ് സിക്കോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് സിൽക്ക് ത്രെഡിന്റെയും കോട്ടൺ ത്രെഡിന്റെയും കോമ്പിനേഷൻ വരെയാണെങ്കിൽ സിക്കോ. അടുത്തത് കോട്ട ടസർ സാരി. സോ ഇതുപോലെ കുറെ കൈൻഡ് ഓഫ് സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ കോട്ടയ്ക്കകത്ത് നിങ്ങളുടെ മെറ്റീരിയൽ എന്താണ്? കോട്ട കോട്ടൺ ആണോ, കോട്ട സിൽക്ക് ആണോ, കോട്ട ബ്ലെൻഡ് ആണോ, അതോ ഇനി കോട്ട ടസർ സാരി ആണോ? നിങ്ങൾ ഈ ഒരു കാര്യം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് ഇതിന്റെ ടോൺ മാത്രമാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. ഒരാൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇതിന്റെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയേക്കുന്നത് നിങ്ങൾ ഇതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വന്തം പേജിനകത്ത് അതെങ്കിലും എഴുതി വെക്കാതെ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ പോവേണ്ട കാര്യമുണ്ടോ? ഈ സാരിയുടെ താഴെ മാത്രമല്ല അവർ വിട്ടേക്കുന്ന വേറൊരു വീഡിയോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെയും ഇതൊന്നും വെച്ചിട്ടില്ല. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വെക്കാം. ഫ്യൂ എലഗന്റ് പീസസ് ഫ്രം അവർ സാരി കളക്ഷൻ. അതിനകത്ത് പിന്നെ ഡിസ്ക്രിപ്ഷനേ ഇല്ല, അവരുടെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ. കസ്റ്റമേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് എവിടുന്ന് വാങ്ങണം, ആരുടെ അടുത്തുനിന്ന് വാങ്ങണം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അത് ഏത് പേജിലാണ് കാണുന്നത് അവിടുന്നാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ ചോയ്സസ് മാത്രമേ അതിൽ വരാൻ പാടുള്ളൂ. അതിൽ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ ഇതാണ് ആ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട്. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് അതിൽ വരാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ ഡയലോഗ് ഒക്കെ അടിച്ച മീരയുടെ പേജിനകത്ത് ഞാൻ പിന്നെ കണ്ട ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേഴ്സ്, റിവ്യൂ, സോൾഡ് ഔട്ട്, പിന്നെ മ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റോറി ഹൈലൈറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതൊക്കെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. എന്നിട്ട് താങ്കൾ തന്നെ ഇരുന്ന് പറയുന്നു മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. അപ്പൊ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാം.
അങ്ങനെയാണോ? പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഒരു നെഗറ്റീവ് കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിലൊന്നും ഇൻഫ്ലുവൻസ് ആവല്ലേ എന്ന് മറ്റുള്ളവർക്ക് പറയാൻ പാടില്ല. സോ നേരത്തെ കാണിച്ച നമ്മൾ ഈ പറഞ്ഞ ഹാന കൃഷ്ണയുടെ സാരി ഉണ്ടല്ലോ, ആ സാരിയോട് സിമിലർ ആയിട്ടുള്ള, ഇനി ഞാനായിട്ട് സെയിം എന്നൊന്നും പറയുന്നില്ല, ഈ പറഞ്ഞ സിമിലർ സാരി അഹാനയുടെ സാരി സെയിം ആണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് കുറെ സെല് ചെയ്യാൻ പറ്റി. എനിക്ക് ഇനിയിപ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, കാരണം നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് സെയിം ആണ് പക്ഷെ ഡിഫറെന്റ് കളർ എന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് ഇതിൽ പറയുന്നു ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഞാനായിട്ട് പറഞ്ഞതല്ല, താങ്കൾ തന്നെ പറഞ്ഞതാണ്. ബാക്കി ഇനി പേസ്റ്റൽ ഗ്രീൻ കളർ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞ് സ്റ്റോറി ഇട്ടേക്കുന്നത്. അപ്പൊ ഈ സ്റ്റോറി താങ്കൾ എന്തിനാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇട്ടേക്കുന്നത്? മറ്റുള്ളവരിലൊരു ഇൻഫ്ലുവൻസ് താങ്കൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ ഇതുപോലുള്ള ട്രാപ്പുകളിൽ പോയി പെടല്ലേ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവർക്കെതിരെ താങ്കൾക്ക് സംസാരിക്കാം, അതും ഒരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ മീരയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് രേണു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രേണു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ ഒരു സംഭവം കൂടെ നമുക്കൊന്ന് കാണാം. എന്താണ് യോജിപ്പുള്ളത്? മീര പറയുകയാണ് അവർ ഇടുന്ന എഫേർട്ടിന് അവർ എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു, അവർ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യും എന്നൊക്കെ അനുസരിച്ചിരിക്കും അവരുടെ ലാഭമെന്ന്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, 50 രൂപയുടെ ഒരു ടൂത്ത് പേസ്റ്റ് ഒരു സാധാരണ ഡെന്റിസ്റ്റ് വന്നിരുന്ന അതിന്റെ പരസ്യം പറയുന്നു, മറ്റൊരു സൈഡിൽ അതേ ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ടുള്ള മറ്റൊരു ടൂത്ത് പേസ്റ്റിന് മോഹൻലാൽ വന്നിരുന്ന പരസ്യം ചെയ്യുന്നു. മോഹൻലാലാണ് ആ ടൂത്ത് പേസ്റ്റിന് പരസ്യം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് 50 രൂപയുടെ സാധനം 50,000 വിൽക്കാൻ ആർക്കെങ്കിലും റൈറ്റ് ഉണ്ടോ? രണ്ടിനും വില ഒന്ന് തന്നെയാണ്, രണ്ടിന്റെയും ഇൻഗ്രീഡിയൻസ് സെയിം ആണ്. പബ്ലിക്കിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതി രണ്ടും കണ്ടാണെന്ന് പറഞ്ഞ് ഒരു പ്രൊഡക്ഷനകത്ത് തന്നെ 5,000 10,000 ലാഭം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ധാർമ്മികതയ്ക്കുള്ളിൽ നിൽക്കുന്ന ആർക്കും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അതുപോലെ ചെയ്യുന്നവരുണ്ടാവും, അഹാന അങ്ങനെ തന്നെ ചെയ്തോട്ടെ, പക്ഷെ ആ അത്ര സമൂഹത്തിന് മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്നെ പോലുള്ള കുറച്ച് പേരെങ്കിലും വേണ്ടേ? അത് ചെയ്തതെന്ന് മാത്രം അല്ലാതെ അഹാന എന്ത് ചെയ്താലും അല്ലെങ്കിൽ അഹാനയും കുടുംബവും എന്ത് ചെയ്താലും അവരെല്ലാം വിമർശനങ്ങൾക്കെല്ലാം അതീതമാണ്. അവരവരുടെ ഫെയിം വെച്ചും അവരുടെ സാരികൾ കുറഞ്ഞ നിലവാരമുള്ള സാരികൾ വലിയ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്താണ് യോജിപ്പുള്ളത്? ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു സേ ടു. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് രേണു പറഞ്ഞേക്കുന്നത്, അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ഞാനും നേരത്തെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്നൊക്കെ പറയൂ. മീര ഇതിന് റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ പറയൂ, നമുക്ക് കേൾക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ഹേദയ പൂജ ഹിയർ. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.